നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. വിശദമായ വാർത്തയിലേക്ക്. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിൽ രാജ്യം ഇന്ന് 70ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമോഫസാണ് ഈ വർഷത്തെ മുഖ്യാതിഥി. ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ള എല്ലാവരും പങ്കാളികളാകണമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. രാവിലെ 9-ന് ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവികളും ആദരമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. രാജ്യത്തിന്റെ സൈനിക ശേഷി വിളിച്ചോതി രാജ്പഥിൽ നിന്നും ചെങ്കോട്ട വരെ നീളുന്ന പരേഡിൽ കരനാവിക വ്യോമസേനയ്ക്കൊപ്പം അർദ്ധസൈനിക വിഭാഗങ്ങളും സർക്കാർ വകുപ്പുകളും അണിനിരക്കും. സുരക്ഷ കണക്കിലെടുത്ത് 25,000-ലധികം സൈനികരെയാണ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികാഘോഷം കണക്കിലെടുത്ത് തയ്യാറാക്കിയ ഫ്ലോട്ടുകളാകും ഇന്ന് പരേഡിൽ പ്രദർശിപ്പിക്കുക. 22 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിന് മാറ്റുകൂട്ടും. ക്ഷേത്രപ്രവേശനം പ്രമേയമാക്കിയ കേരളത്തിന്റെ ഫ്ലോട്ട് അവസാന ഘട്ടത്തിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു. റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയ്ക്ക് ഇന്നലെ രാഷ്ട്രപതി വിരുന്ന് സൽക്കാരം നൽകി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ള എല്ലാവരും അത് വിനിയോഗിക്കാൻ തയ്യാറാകണമെന്ന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ രാഷ്ട്രപതി ആവശ്യപ്പെട്ടു. സ്ത്രീകൾ കൈവരിക്കുന്ന നേട്ടങ്ങളെയും രാഷ്ട്രപതി പ്രത്യേകം എടുത്തു പറഞ്ഞു. An election is not just a political exercise. An election is a collective call to wisdom and a collective call to action. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ, നടൻ മോഹൻലാൽ, അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ കുൽദീപ് നയ്യാർ ഉൾപ്പെടെ 14 പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം. ക്യാൻസർ രോഗവിദഗ്ധൻ മാമൻ ചാണ്ടി, ഫുട്ബോൾ താരം സുനിൽ ഛേത്രി തുടങ്ങിയവർ പത്മശ്രീ പുരസ്കാരത്തിനും അർഹരായി. 112 പേരാണ് ഇത്തവണ പത്മ പുരസ്കാരത്തിന് അർഹരായത്. ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ, നടൻ മോഹൻലാൽ, ലോക്സഭാ മുൻ ഡെപ്യൂട്ടി സ്പീക്കറും BJP നേതാവുമായ കരിയാമുണ്ട, ബീഹാറിൽ നിന്നുള്ള ലോക്സഭാംഗം ഹുക്കുംദേവ് നാരായണ യാദവ് തുടങ്ങിയവർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ കുൽദീപ് നയ്യാറിന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി ആദരിക്കും. പുരസ്കാരം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് നമ്പി നാരായണൻ പറഞ്ഞു. തന്നെ ആദ്യം അംഗീകരിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഇപ്പോൾ കേന്ദ്രവും അംഗീകരിച്ചതായി നമ്പി നാരായണൻ ന്യൂസ് 18നോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം അത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗവൺമെൻറ്റും ഇതിന് മുമ്പ് ഇത് ഇങ്ങനെ അവരെ പൈസ അയച്ചു കൊടുക്കും, അങ്ങനെ പോസ്റ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ അത് അവർ ചെയ്തത് മാത്രമല്ല, എനിക്ക് അതിനകത്ത് ഒരു കാര്യം മനസ്സിലായി. അതായത് ദിസ് ഗവൺമെൻറ് ഈസ് വില്ലിംഗ് ടു കറക്റ്റ് ഇറ്റ്സ് മിസ്റ്റേക്സ്. സോ ദാറ്റ് വേ ഇറ്റ് വാസ് എ വെരി സൂതനിങ് എഫക്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ആക്ച്വലി ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുമില്ല. അത് എന്ത് പറയാനാ, അപ്പം അങ്ങനെ വന്നപ്പം എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ക്യാൻസർ രോഗവിദഗ്ധൻ മാമൻ ചാണ്ടി, പുരാവസ്തു ഗവേഷകൻ KK മുഹമ്മദ്, ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി, ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ, നടൻ പ്രഭുദേവ, ഗായകൻ KG ജയൻ, മേളവിദഗ്ധൻ ശിവമണി, ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ തുടങ്ങി 94 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം. വിദേശികളും വിദേശ ഇന്ത്യക്കാരുമായ 11 പേരും പത്മ പുരസ്കാരത്തിന് അർഹരായി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായ പ്രണബ് മുഖർജിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന. പ്രമുഖ സംഘപരിവാർ നേതാവ് നാനാജി ദേശ്മുഖ്, സംഗീതജ്ഞൻ ഭൂപൻ ഹസാരിക എന്നിവർക്ക് മരണാന്തര ബഹുമതിയായ ഭാരത് രത്നം. എക്കാലത്തെ മികച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ് പ്രണബ് മുഖർജിയെന്ന് പ്രധാനമന്ത്രിയും പ്രണബിന്റെ സംഭാവനകൾ അംഗീകരിക്കപ്പെട്ടതിൽ കോൺഗ്രസിന് അഭിമാനമുണ്ടെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. കൃത്യമായ രാഷ്ട്രീയ സൂചനകളോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 മാസത്തോളം മാത്രം അവശേഷിക്കെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാരതരത്ന നിർണയം. മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായ പ്രണബ് മുഖർജിക്ക് രാഷ്ട്രീയ പൊതുരംഗങ്ങളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് ഭാരതരത്ന. എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പ്രണബ് മുഖർജിയെന്ന് അഭിനന്ദനക്കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് നൽകിയതിനേക്കാൾ തനിക്ക് തിരിച്ചു കിട്ടുകയാണെന്ന് പ്രണബ് മുഖർജി. പ്രണബിന്റെ സംഭാവനകൾ അംഗീകരിക്കപ്പെട്ടതിൽ കോൺഗ്രസിന് അഭിമാനമുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. RSS ആസ്ഥാനം സന്ദർശിച്ച് ഹെഗ്ഡേവറെ പുകഴ്ത്തിയ പ്രണബ് മുഖർജിയുടെ നടപടി കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കാതിരുന്ന പ്രണബിന്റെ സംഭാവനകളെ BJP മാനിക്കുന്നുവെന്ന സന്ദേശം നൽകുക കൂടിയാണ് കേന്ദ്ര സർക്കാർ. പ്രണബ് മുഖർജിയെ ആദരിക്കുന്നതിലൂടെ ബംഗാളിൽ BJPക്ക് നേട്ടമുണ്ടാകുമെന്നും കണക്കുകൂട്ടൽ. സംഘപരിവാർ നേതാവും ജനതാ പാർട്ടി സ്ഥാപക നേതാവുമായ നാനാജി ദേശ്മുഖിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകിയതിന് പിന്നിലും രാഷ്ട്രീയം പ്രകടമാണ്. ഇന്ത്യൻ സംഗീതരംഗത്തെ അതികായനും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന ഭൂപൻ ഹസാരികയ്ക്ക് സംഗീതരംഗത്തെ സംഭാവനകൾക്കാണ് ഭാരതരത്നം.
ന്യൂസ് 18 ഡൽഹി. രാഷ്ട്രപതിയുടെ മെഡൽ മകന് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അഭിലാഷ് ടോമിയുടെ കുടുംബം. നിരവധി പുരസ്കാരങ്ങൾ അഭിലാഷ് ടോമിയെ തേടി എത്തിയിട്ടുണ്ടെങ്കിലും റിപ്പബ്ലിക് ദിനത്തിലെ അംഗീകാരം പതിവിലും ഏറെ സന്തോഷം നൽകുന്നതായി പിതാവ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ VC ടോമി പറഞ്ഞു. ഉദയംപേരൂർ കണ്ടനാട്ടെ അഭിലാഷിന്റെ വീട്ടിലെ ഷെൽഫുകളിൽ പുരസ്കാരങ്ങൾ ഒട്ടനവധിയുണ്ട്. ധീരതയ്ക്കുള്ള കീർത്തിചക്രയും സാഹസികതയുടെ പരമോന്നത ബഹുമതിയായി അംഗീകരിക്കപ്പെടുന്ന ടെൻസിംഗ് നോർഗെ പുരസ്കാരം ഉൾപ്പെടെ അത് നീളുന്നു. പല അവസരങ്ങളിലായി രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും അംഗീകാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്തായാലും പ്രസിഡന്റിന്റെ ഒരു അവാർഡാണ്, അതിന് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്, വളരെ സന്തോഷമുണ്ട്. മകൻ പായ്വഞ്ചിയിൽ സമുദ്രങ്ങളെ പിന്നിടുമ്പോൾ കൊച്ചിയിലെ വീട്ടിൽ പിതാവ് ഈ ഭൂഗോള മാതൃകയിൽ അവന്റെ യാത്രാപഥങ്ങളെ അടയാളപ്പെടുത്തുകയായിരുന്നു. ഓളപ്പരപ്പിനെ സ്നേഹിച്ച മുൻ നാവികന്റെ മകൻ യാദർശികമായിട്ടല്ല തന്റെ വഴി തെരഞ്ഞെടുത്തതും. പിതാവ് ടോമിയും അമ്മ വത്സയും മകന്റെ യാത്രാവഴിയിൽ പ്രാർത്ഥനയുമായി ഒപ്പമുണ്ട്. ഈ പുരസ്കാരം കൂടുതൽ യാത്രകൾക്ക് പ്രചോദനമാകുമെന്നും കുടുംബം വിശ്വസിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ആലപ്പുഴയിലെ കോൺഗ്രസ് നേതൃയോഗത്തിൽ പങ്കെടുക്കും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP എന്നിവർ യോഗത്തിൽ സംബന്ധിക്കും. യോഗത്തിൽ ജില്ലയിലെ KPCC ഭാരവാഹികൾ, അംഗങ്ങൾ, നിർവാഹക സമിതി അംഗങ്ങൾ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ചുമതലക്കാർ, പോഷക സംഘടന, ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. കോട്ടയത്തിന് പകരം സീറ്റ് ഇടതുമുന്നണിയോട് ആവശ്യപ്പെടാൻ ജനതാദൾ S തീരുമാനം. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ് ജനതാദളിന്റെ കണ്ണ്. മുന്നണിയിൽ തിരിച്ചെത്തിയ ലോക് താന്ത്രിക് ജനതാദളും നവാഗതരായ ജനാധിപത്യ കേരള കോൺഗ്രസും സീറ്റ് ആവശ്യവുമായി രംഗത്തുണ്ട്. 15 സീറ്റിൽ CPM, 4 CPI, 1 സീറ്റ് ജനതാദൾ S-ന്. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം. ജനതാദളിന് ലഭിച്ച കോട്ടയത്ത് മത്സരിച്ചത് മാത്യു ടി തോമസ്. ഇത്തവണ കോട്ടയം CPM ഏറ്റെടുക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയോ തിരുവനന്തപുരമോ ആവശ്യപ്പെടാനാണ് ജനതാദളിന്റെ തീരുമാനം. പത്തനംതിട്ട ലഭിച്ചാൽ മാത്യു ടി തോമസ് സ്ഥാനാർത്ഥിയാകും. തിരുവനന്തപുരത്ത് മുൻ MP കൂടിയായ നീലലോഹിതദാസൻ നാടാരുടെ പേരാണ് പരിഗണനയിൽ. CPI സ്ഥിരമായി തോൽക്കുന്ന സീറ്റിൽ നീലൻ വന്നാൽ വിജയിക്കാനാകുമെന്നാണ് ജനതാദളിന്റെ അവകാശവാദം. മുന്നണിയോട് സീറ്റ് ആവശ്യപ്പെടാൻ കഴിഞ്ഞ ആഴ്ച ചേർന്ന പാർട്ടി സംസ്ഥാന നേതൃയോഗമാണ് തീരുമാനിച്ചത്. കോഴിക്കോടിൽ കലഹിച്ച് മുന്നണി വിട്ട ശേഷം തിരിച്ചെത്തിയ ലോക് താന്ത്രിക് ജനതാദളും അവകാശവാദവുമായി രംഗത്തുണ്ട്. പാർട്ടിക്ക് സ്വാധീനമുള്ള കോഴിക്കോടോ വടകരയോ ആണ് അവരുടെ ആവശ്യം. പത്തനംതിട്ട അല്ലെങ്കിൽ കോട്ടയം, ഇതാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആവശ്യം. ഇടുക്കിയിൽ സിറ്റിംഗ് MP ജോയ്സ് ജോർജ് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായതിനാലാണ് അവർ ഇടുക്കി ചോദിക്കാത്തത്. ഫ്രാൻസിസ് ജോർജിനെ പത്തനംതിട്ടയിലോ കോട്ടയത്തോ സ്ഥാനാർത്ഥിയാക്കിയാൽ മധ്യ തിരുവിതാംകൂറിലും മറ്റു ക്രൈസ്തവ സ്വാധീന മേഖലകളിലും മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണി പിന്തുണച്ചത് കോൺഗ്രസ് നേതാവ് ഫിലിപ്പോസ് തോമസിനെയായിരുന്നു. കോട്ടയവും CPM സീറ്റല്ല. അതിനാൽ ഇതിലേതെങ്കിലും ഒന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. ന്യൂസ് 18 തിരുവനന്തപുരം. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇന്നലെ രാത്രിയാണ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിനെതിരെ മുഖ്യമന്ത്രിക്ക് ജില്ലാ കമ്മിറ്റിയുടെ പരാതി. മുഖ്യമന്ത്രി DGPയോട് ഫോണിൽ വിളിച്ച് വിശദീകരണം തേടി. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനതല സമിതികൾ രൂപീകരിക്കുന്നു. റീജിയണൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പകരമാണ് സംസ്ഥാനതല സമിതികൾ. അടുത്ത മാസം 15 മുതൽ ഇത് നിലവിൽ വരുമെന്ന് ട്രിബ്യൂണൽ ദക്ഷിണ മേഖലാ ചെയർമാൻ ഡോക്ടർ P. ജ്യോതിമണി അറിയിച്ചു. ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ളയാകും കേരളത്തിലെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. കൊച്ചിയിൽ 100% മാലിന്യ സംസ്കരണത്തിനായി കൂടുതൽ നടപടികൾ ആവശ്യമാണ് എന്നും വീടുകൾ തോറും കയറിയുള്ള മാലിന്യ ശേഖരണം അനുകരണീയമായ മാതൃകയാണെന്നും കൊച്ചിയിൽ ചേർന്ന ട്രിബ്യൂണലിന്റെ മേഖലാ യോഗം വിലയിരുത്തി. കമ്മിറ്റിയുടെ റിപ്പോർട്ട് ദേശീയ ഹരിത ട്രിബ്യൂണലിന് ഉടൻ സമർപ്പിക്കും. ഡൽഹിയിൽ അറസ്റ്റിലായ കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിലെ 2ാം പ്രതി മുഹമ്മദ് അഷറിനെ കൊച്ചിയിലെത്തിച്ചു. NIA പ്രത്യേക സംഘമാണ് ഇയാളെ വിമാനമാർഗം കൊച്ചിയിൽ കൊണ്ടുവന്നത്. കൊച്ചിയിലെ NIA ആസ്ഥാനത്ത് ഇയാളെ ചോദ്യം ചെയ്യും. സൌദി അറേബ്യയിൽ നിന്ന് മടങ്ങും വഴി ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തീവ്രവാദ കേസുകളിൽ പ്രതിയായ തടിയന്തവിടൻ നസീറിന്റെ അടുത്ത അനുയായിയാണ് തലശ്ശേരിക്കാരൻ മുഹമ്മദ് അഷർ. 2006 മാർച്ച് 3-നാണ് കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിലും KSRTC സ്റ്റാൻഡിലും സ്ഫോടനങ്ങൾ ഉണ്ടായത്. മുനമ്പം മനുഷ്യക്കടത്തിൽ അറസ്റ്റിലായ 3 പ്രതികളെയും കോടതി 2 ആഴ്ച റിമാൻഡ് ചെയ്തു. അനിൽകുമാർ, പ്രഭു, രവി, സനൂപ് എന്നിവരെയാണ് പറവൂർ ഫസ്റ്റ് ക്ലാസ് കോടതി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തത്. പ്രതികളെ ആലുവ സബ് ജയിലിലേക്ക് മാറ്റി.
എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ദുരിതബാധിതരുടെ അമ്മമാർ ജനുവരി 30 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം നടത്തും. 31 മുതൽ ദയാബായി നിരാഹാര സമരം ആരംഭിക്കുമെന്നും ജനകീയ മുന്നണി അറിയിച്ചു. എൻഡോസൾഫാൻ ഇരകളുടെ പുനരധിവാസവും ചികിത്സയും വലിയ ബാധ്യതയാകുന്ന സാഹചര്യത്തിലാണ് ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം നടത്തും. 14 ആവശ്യങ്ങളാണ് മുന്നണി ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് അർഹരായ മുഴുവൻ ആളുകൾക്കും ഈ പറയുന്ന പട്ടികയിൽ വരാനുള്ള അവസരം ഉണ്ടാക്കണം. എന്നിട്ട് അവർക്ക് ചികിത്സയും മറ്റ് സഹായങ്ങളും നൽകണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. ഇരകളുടെ ചികിത്സയ്ക്കും മറ്റുമുള്ള ചിലവ് കുടുംബങ്ങൾക്ക് താങ്ങാനാകുന്നില്ല. വിദഗ്ധ ചികിത്സ അനുവദിക്കണമെന്നുള്ള സുപ്രീം കോടതി വിധി പോലും നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയത്തിൽ പ്രതിഷേധിച്ചുകൂടിയാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. മുൻ സർക്കാരുകൾ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. എൻഡോസൾഫാൻ പീഡിതരായ അമ്മമാരുടെ പട്ടിണി സമരം ഒഴിവാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന VM സുധീരൻ. ദുരിതമനുഭവിക്കുന്നവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. എൻഡോസൾഫാനെതിരായ പോരാട്ടത്തിലെ നേതാക്കളുടെ സംഗമം കാസർഗോഡ് ബോവിക്കാനത്ത് നടന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് VM സുധീരൻ. സർക്കാർ മുൻപെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പലതും ഇനിയും നടപ്പാക്കിയിട്ടില്ല. വീണ്ടും മെഡിക്കൽ ക്യാമ്പ് നടത്തി അർഹരായ മുഴുവൻ പേർക്കും ആനുകൂല്യം ലഭ്യമാക്കണമെന്നും VM സുധീരൻ. ഈ മേഖലയിൽ ആവശ്യമായ പ്രചരണം കൊടുത്തുകൊണ്ട് ഇനിയും ക്യാമ്പ് നടത്തണം. ഇനിയും ക്യാമ്പ് നടത്തി വിദഗ്ധ പരിശോധന നടത്തി അർഹതപ്പെട്ട ഒരാൾ പോലും വിട്ടുപോകാതെ അവർക്ക് തുടർ ചികിത്സ, വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നടപടികളുണ്ടാകണം. ദുരിതബാധിതനായ അവസാനത്തെ കുഞ്ഞിന് പോലും ചികിത്സ ലഭ്യമാക്കണം. നിയമാനുസൃതമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ട്രിബ്യൂണൽ സ്ഥാപിക്കണം. കുടുംബങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്നും VM സുധീരൻ ആവശ്യപ്പെട്ടു. പുഞ്ചിരി മുളയാറിന്റെ ആഭിമുഖ്യത്തിലാണ് എൻഡോസൾഫാൻ സമരരംഗത്തുള്ളവരുടെ സംഗമം നടന്നത്. ലീലാകുമാരിയമ്മ, YS മോഹൻകുമാർ, KB മുഹമ്മദ് കുഞ്ഞ് തുടങ്ങിയവരും സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. 35 ദിവസം നീണ്ടുനിന്ന യുഎസിലെ ട്രഷറി സ്തംഭനം അവസാനിച്ചു. ട്രഷറി ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെയാണ് പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിച്ചത്. US മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്നതിനുള്ള പണം കോൺഗ്രസ് നൽകാത്തിടത്തോളം ബില്ലുകളിൽ ഒപ്പുവെക്കില്ല എന്നാണ് ട്രംപ് മുൻപ് പ്രഖ്യാപിച്ചിരുന്നത്. സാധാരണക്കാരായ സർക്കാർ ജീവനക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ട്രഷറി സ്തംഭനം ഒഴിവാക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞു. അടുത്ത മാസം 15 വരെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനുള്ള ബില്ലുകളിലാണ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത്. മതിൽ പണിയുന്നതിന് പണം അനുവദിക്കാത്ത പക്ഷം രാജ്യത്ത് വീണ്ടും ട്രഷറി സ്തംഭനം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ യോഗം വിളിക്കാനുള്ള യുഎസിന്റെ തീരുമാനത്തെ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ സ്വാഗതം ചെയ്തു. രാജ്യത്തെ അവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ ചിത്രം ലോകത്തിനു മുന്നിലെത്തിക്കാൻ യോഗം ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കറൻസിയുടെ വിലയിടിവും മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളും കാരണം നിക്കോളാസ് മഡുറോ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങളാണ് രാജ്യത്തിനുള്ളിൽ നടക്കുന്നത്. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ജുവാൻ ഗുവൈഡോ രാജ്യത്തിന്റെ പ്രസിഡന്റായി പ്രതീകാത്മകമായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. യുഎസുമായി തങ്ങൾക്ക് ശത്രുതയില്ല എന്നും അവർക്ക് എണ്ണ വിൽക്കുന്നത് തുടരുമെന്നും പറഞ്ഞ മഡുറോ റഷ്യയിൽ നിന്ന് രാജ്യത്തിന് സൈനിക സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കി. തെക്കുകിഴക്കൻ ബ്രസീലിൽ ഡാം തകർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇരുമ്പുഖനി സ്ഥിതി ചെയ്യുന്ന മിനാസ് ജെറൈസ് സംസ്ഥാനത്തെ ഡാമാണ് തകർന്നത്. ബ്രുമാൻഡിഹോ നഗരത്തോട് ചേർന്നാണ് അപകടം നടന്നിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ മൈനിംഗ് കമ്പനിയായ വേലിന്റെ ഉടമസ്ഥതയിലുള്ള ഡാമാണ് തകർന്നത്. 50 പേർ അപകടത്തിൽ മരിച്ചതായാണ് നഗരത്തിന്റെ ഗവർണർ ഒരു പ്രാദേശിക മാധ്യമത്തോട് പറഞ്ഞത്. എന്നാൽ എത്ര പേർ മരിച്ചു എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നിട്ടില്ല. ഡാമിൽ നിന്നുള്ള ചെളിയും വെള്ളവും നഗരത്തെ പൂർണ്ണമായി മുക്കിക്കളഞ്ഞതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 200-ൽ അധികം പേരെ അപകടത്തെ തുടർന്ന് കാണാതായിട്ടുണ്ട്. മുഖ്യധാരാ സിനിമയും സമാന്തര സിനിമയും ഒരുപോലെ കൈകാര്യം ചെയ്ത ആളാണ് ലെനിൻ രാജേന്ദ്രൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യപക്ഷത്ത് നിന്ന് കാര്യങ്ങൾ പറയാൻ ലെനിൻ രാജേന്ദ്രൻ ഭയപ്പെട്ടിരുന്നില്ല. ലെനിൻ രാജേന്ദ്രൻ അനുസ്മരണ സമ്മേളനം ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലെനിൻ രാജേന്ദ്രൻ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയായിരുന്നു അനുസ്മരണ സന്ധ്യ.
സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാണ് ഓരോ ചിത്രവും ലെനിൻ രാജേന്ദ്രൻ തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മനുഷ്യപക്ഷ ആശയങ്ങളാണ് ഓരോ സിനിമയിലും നിലനിന്നത്. സിനിമ എന്ന ബഹുജന മാധ്യമം സാമൂഹ്യ പരിവർത്തനത്തിന് ഉതകുന്ന ഉപാധിയാണ് എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലെനിൻ ഇത്തരം സിനിമകൾ ഒരുക്കിയത്. രമേശ് നാരായണൻ, രാജലക്ഷ്മി തുടങ്ങിയവരും ലെനിൻ രാജേന്ദ്രൻ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പാട്ടും ഭക്ഷണവും ഒരുക്കി കോഴിക്കോട് ഇനി 4 നാൾ സൽക്കാരത്തിന്റെ രാവുകൾ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഭക്ഷ്യമേളയിൽ രുചിയുടെ നൂറുകൂട്ടം വൈവിധ്യങ്ങളാണ്. ഒപ്പം സമീർ ബിൻസിയും സംഘവും അവതരിപ്പിച്ച സൂഫി സംഗീതവും അരങ്ങേറി. തന്തൂരി ചായ മുതൽ സ്നേഹത്തിന്റെ നെയ്യിൽ പൊരിച്ച പത്തിരി വരെ 100 കൂട്ടം വിഭവങ്ങൾ കൊണ്ട് കോഴിക്കോട് നഗരത്തിൽ 4 സൽക്കാര രാവുകൾ ഒരുക്കിയിരിക്കുകയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്യാനെത്തിയ നടൻ ഇന്ദ്രജിത്ത് ചിക്കൻ കബാബ് കഴിച്ച് അന്തം വിട്ടു. സുഹൃത്തുക്കളൊന്ന് വിളിച്ചു, ഇവിടെ വന്നെത്തി ഇതിനൊരു ഭാഗമാകാൻ സാധിച്ചു. ഇത്രയും വലിയൊരു കൂട്ടായ്മ അത് ശരിക്കും വലിയ സംഭവമാണ്. മാത്രമല്ല എല്ലാ വർഷവും ഇത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം. ബ്രാഹ്മിൺ തുടങ്ങി വ്യത്യസ്ത സംസ്കാരങ്ങളുടെ രുചിക്കൂട്ടുകളുമായി ഒഫീർ ഫെസ്റ്റുമുണ്ട്. ഒപ്പം സമീർ ബിൻസിയും സംഘവും ഒരുക്കിയ സൂഫി സംഗീതവും. സുരക്ഷിത ഭക്ഷണം സൗഹൃദ സേവനമെന്ന പ്രമേയത്തിലാണ് സമ്മേളനം. ഭക്ഷ്യമേള 29-ന് സമാപിക്കും. ന്യൂസ് 18 കോഴിക്കോട്. സാങ്കേതിക വിദ്യയിൽ ഗവേഷണം നടത്തുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ITI അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് കേന്ദ്ര IT സെക്രട്ടറി അരുൺ സുന്ദർ രാജൻ. 5G സാങ്കേതിക വിദ്യ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇവർ പാലക്കാട് വ്യക്തമാക്കി. കഞ്ചിക്കോട് ITIയിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് എനർജി മീറ്ററിന്റെ പരിശോധനാ കേന്ദ്രം സന്ദർശിച്ച ശേഷമാണ് കേന്ദ്ര IT സെക്രട്ടറി അരുണ സുന്ദർരാജൻ പുതിയ പദ്ധതികളെക്കുറിച്ച് വിശദമാക്കിയത്. സാങ്കേതികവിദ്യയിൽ ഇറക്കുമതി കുറയ്ക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ 5G സാങ്കേതികവിദ്യ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ നടപ്പിലാക്കാൻ ശ്രമിക്കും. ഇന്ത്യയുടെ IPRs ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് നല്ല ഒരു ശതമാനം ഈ 5Gയിൽ വരണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. സാങ്കേതികവിദ്യയിൽ ഗവേഷണം നടത്തുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ITI അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കും. ന്യൂ ടെക്നോളജീസ്, അപ്പോൾ RF ടെക്നോളജീസ്, വയർലെസ് ടെക്നോളജീസ്, പർട്ടിക്കുലർലി 5G റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, അതിനൊക്കെ the ITI is going to play. അപ്പോൾ ITI is going to, we are positioning ITI as the largest incubator for 5G technologies and for IoT technology. ഇന്റർനെറ്റിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും വിവരങ്ങൾ ചോരാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും IT സെക്രട്ടറി വ്യക്തമാക്കി. Government is increasingly saying that ഇന്ത്യൻസിന്റെ ഡേറ്റ ഇവിടെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുള്ള ഒരു പോളിസിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 45 കോടി ലാഭമുണ്ടാക്കാൻ കഞ്ചിക്കോട് യൂണിറ്റിന് കഴിഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷം 1500 കോടി രൂപയുടെ ആദായം നേടിയ കമ്പനിയെ 2020-ൽ 2000 കോടി ആദായമുള്ളതാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന് സമീപത്തെ ജൂതശേഷിപ്പുകൾക്ക് അവഗണന. ജൂത സെമിത്തേരിയും ശവകുടീരങ്ങളും സംരക്ഷിക്കാനുള്ള പുരാവസ്തു വകുപ്പിന്റെ നടപടികൾ പാതി വഴിയിലാണ്. സെമിത്തേരിയിലെ ശവകുടീരങ്ങൾക്ക് കേരളത്തിലെ ജൂത കുടിയേറ്റവുമായി അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ ശവകുടീരങ്ങൾ. 500 വർഷം പഴക്കമുള്ള ശവകുടീരങ്ങൾക്ക് കേരളത്തിലെ ജൂതക്കുടിയേറ്റവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാപാരത്തിനായി കേരളത്തിലെത്തിയ യഹൂദർ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് കൊച്ചിയിലാണ്. ഇത്തരത്തിൽ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യഹൂദരെ തെക്കുംഭാഗമെന്നറിയപ്പെടുന്ന ഈ സെമിത്തേരിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ ജൂത സെമിത്തേരിയായ തെക്കുംഭാഗത്ത് ശവകുടീരങ്ങളെ സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പ് മാസങ്ങൾക്ക് മുൻപ് നടപടി തുടങ്ങിയിരുന്നു. കല്ലറകളിൽ എഴുതിയിരിക്കുന്ന ഹിബ്രു എഴുത്തിനെ കുറിച്ച് ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും
ചരിത്രശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിനുമാണ് പുരാവസ്തു വകുപ്പ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പാതി വഴിയിലായതോടെ ചരിത്രശേഷിപ്പുകളും കാട് പിടിച്ചു തുടങ്ങി. സെമിത്തേരി സ്മാർട്ട് കൊച്ചി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുമെന്ന് കൗൺസിലർ പറയുന്നു. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇതുള്ളത്. നമ്മൾ അവരുടെ പെർമിഷനോടുകൂടി സ്മാർട്ട് മിഷൻ പദ്ധതിയിൽ അത് കൊണ്ടുവന്ന് അത് ചെയ്യാനുള്ള പ്ലാന് എനിക്കുണ്ട്. കല്ലറകൾ നശിച്ചു പോകാതിരിക്കാനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ടൈൽ വിരിച്ച് പാത നിർമ്മിച്ച് കാവൽക്കാരനെയും ഏർപ്പെടുത്തുമെന്ന പുരാവസ്തു വകുപ്പിന്റെ ഉറപ്പ് പദ്ധതിയിൽ മാത്രം ഒതുങ്ങി. ന്യൂസ് 18 കൊച്ചി.